നമ്മളെവിടെ പോണേ? അൺഎക്സ്പെക്ടഡ് പ്ലേസ് ആണ്. അപ്പൊ സമയം 3:45. ഇന്ന് രാവിലെ 9 മണിക്ക് ഒരുങ്ങിക്കാൻ വേണ്ടി ട്രിപ്പ് ചെയ്യുന്നു. ഞാനിവിടെ ഒരു 8:45 കുളിച്ച് മാറ്റി ഇവിടെ വന്നിക്കണ്. അതായത് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്, പ്ലാൻ ചെയ്യാതെ പോവാണ്. നമ്മൾ സുഹൃത്ത് അവിടെ കാത്തിക്കുണ്ട്, ആക്ടർ ബാപ്പുട്ടി കാത്തിക്കുണ്ട്. നിഷാൻ ഇവിടെ ഉണ്ട്, സുഹൃത്ത് അധ്യാപകൻ നവ വരൻ അപ്കമിങ് അവിടെ കാത്തിക്കുണ്ട്. ബാപ്പുട്ടി അവിടെ നിൽക്കണ്ട നിങ്ങള്, ബാപ്പുട്ടിയുടെ ബ്ലോഗ് കാത്തിക്കുണ്ട്. അപ്പൊ നമ്മള് നേരെ ബാപ്പുട്ടി പുതിയ ഷൂസ് ഒക്കെ എടുത്ത് ഇത് ചിലപ്പോ രാത്രി കിട്ടണേ വരും. ഷൂസ് ഒക്കെ വെള്ള ഷൂസ് ഒക്കെ അല്ലാതെ പിടിക്കാം, വെള്ള ഷൂസ് ഒക്കെ ഉണ്ട്, ദഫിന്റെ ഷൂസ്. ലൈറ്റ് എത്തുണ്ടല്ലോ, ഷൂസ് ലൈറ്റ് എത്തുന്നുണ്ടോ? കണ്ണ് കുത്തണേ. നമ്മള് പോവാണല്ലേ? അടിയാ ഷാൻ. ഓ നമ്മള് പോലെ കടുവനെ സത്യത്തിലേ വള്ളിച്ച് വെക്കിച്ചും ചെയ്തു. പിന്നെ റബ്ബർ പാല് കണ്ണുക്കാക്കിയിട്ടാണ് കടുവനെ പിടിച്ചത്. അപ്പൊ നമ്മള് പോണ വഴിക്കുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാട്ടോ. ഇന്ന് വന്ന് കൂടത്തായി എന്ന സ്ഥലത്തില്, ഇവിടെ കൂടത്തായി എന്ന സ്ഥലത്തെത്തിട്ടോ. കൂടത്തായി കൂടത്തായി വൈപ്പറത്ത് ആണോ? കൂടത്തായിക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. കൂടത്തായി അല്ലേ? എന്താ കൂടത്തായി. അപ്പൊ നമ്മൾ നേരെ വഴി പള്ളി കയറാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ബാപ്പുട്ടി ഷൂ മാറ്റിക്കൊണ്ട് കാണാൻ. ഷൂ മാറ്റാ, ചെരുപ്പില്ല എനിക്ക്. കുട്ടപ്പന ഇവിടെ ഉണ്ട്. മഴ ഉണ്ട് കേട്ടോ, എല്ലായിടത്തും നല്ല മഴയാണ്. അപ്പം നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങും. കൊടൂരം മഴ കേട്ടോ. എന്തായാലും പോയി നോക്കാം. നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ വയനാട് എത്തും, അല്ലെങ്കിൽ ബാംഗ്ലൂർ എത്തും, അല്ലെങ്കിൽ അറിയില്ല. പോയി നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി കയറി നമ്മൾ നേരെ ഇവിടെ ഇറങ്ങി. ഏയ് തോണി ചെക്കൻ ചാറ്റിങ്ങിലാണ്. കല്യാണമാണ്. അവോ ടീ കോർണറിൽ കയറി ചായ അടിക്കാൻ വേണ്ടിട്ട് കയറാണ്. ചായ അടിച്ചിട്ട് നമ്മൾ നേരെ കാണാം. മധുരം കമ്മി ഹോർലിക്സ് സംഭവം മധുരം ഒഴിവാക്കിയതാണ്. ഇതൊക്കെ എന്താ വിഭവങ്ങൾ? പഴംപൊരി, ഉള്ളിവട. ഇതിന്റെ പേരെന്താ? ഇതെന്താ? ഇറാനി പോക. ഇതിന്റെ പേരെന്താ? കേട്ടോ അപ്പം നമുക്ക് ചായടി കഴിഞ്ഞു. ഇനി 3 മണി എന്തെങ്കിലും വാങ്ങണം, കാരണം ഓന് നോമ്പാണ്. അപ്പോൾ പാർസൽ വാങ്ങും. ഇതാക്കാൻ്റെ കടയിൽ കയറി നമ്മൾ നോമ്പിന് ഓർഡർ ഉണ്ട്. സമൂസ, കട്ട്ലറ്റ്. അപ്പം നമ്മൾ വന്ന് താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരനുസരിച്ച് നല്ല വലിവുണ്ട്, നല്ല വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അതിൻ്റെ വിഷയങ്ങൾ പറയുന്നതിന് മുന്നേ എന്തൊക്കെ വിഷയങ്ങൾ ഡെലിവറി. നമ്മൾ ടോപ്പ് വലിയ പാട്ടല്ലോ, നല്ല നോണാണോണ്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ താമരശ്ശേരി ചുരം. നമ്മൾ താമരശ്ശേരി ചുരം എത്തി.
അപ്പോൾ ഇവിടെ ഉള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഒരുപാട് ഫാമിലികളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് എത്തുക ഒന്നും അറിയില്ല, അങ്ങനെ പോവാണ്. നല്ലൊരു അടിപൊളി 1-2 വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സംഭവം നേക്കാണ്. ഒരുപാട് ഫാമിലികളിവിടെ ഉണ്ട്. മറ്റൊന്ന് ചോദിച്ചത് താജ്മഹലാണോ ചോദിച്ചോ? ഇവിടെ ഉണ്ട് താജ്മഹൽ ചോദിച്ചോ. ഏയ് കുഞ്ഞോൻ ഫാമിലി കോളിങ്. സംഭവം നേക്കുണ്ടോ? ഇതല്ലേ മർക്കസ്? അപ്പം നമ്മൾ വയനാടിൻ്റെ തന്നെ ഹൃദയഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാടിനെ കുറിച്ച് പറഞ്ഞാൽ മനു. വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വയനാട് ഇപ്പോൾ ഈ നിൽക്കുന്ന ചുരം, താമരശ്ശേരി ചുരമാണ് വയനാട്ടിലേക്കൊരു എൻട്രി. പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട് താമരശ്ശേരി ചുരം വയനാട് ജില്ലയിലാണെന്ന്. പക്ഷേ താമരശ്ശേരി ചുരം ശരിക്കും കോഴിക്കോട് ജില്ലയിലാണ്. താമരശ്ശേരി ചുരം എൻഡ് ചെയ്യണ ലക്കിടി വ്യൂ പോയിന്റിന് ശേഷമാണ് ശരിക്കും വയനാട് ജില്ല തുടങ്ങുന്നത്. വയനാട് ജില്ല എന്ന് പറഞ്ഞാൽ കോഴിക്കോടിനും മൈസൂരിനും ഇടയിലുള്ള സ്ഥലമാണ് വയനാട്. അപ്പോൾ പണ്ട് കാലത്ത് ടിപ്പു സുൽത്താൻ്റെ 2 കേന്ദ്രങ്ങളായിരുന്നു കോഴിക്കോടും മൈസൂരും. അപ്പോൾ ടിപ്പു സുൽത്താൻ കോഴിക്കോടിന് മൈസൂർക്ക് പോയപ്പോൾ ടിപ്പു സുൽത്താനെ പിടിക്കാൻ വേണ്ടിയിട്ട് പിറകിൽ പോയ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താൻ പോയ അതേ വഴിയിലൂടെ, അല്ലെങ്കിൽ കുറ്റ്യാടിയിലൂടെ പോയാൽ അവിടെ ടിപ്പു സുൽത്താൻ്റെ ഒളിപ്പോരാളികൾ ഉണ്ടാവുമെന്ന് ഭയന്നിട്ട് വയനാടുള്ള ഒരു ആദിവാസിയായിട്ടുള്ള കരിന്തണ്ടൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ചുരം, താമരശ്ശേരി ചുരം ഉണ്ടാക്കുന്നത്. അങ്ങനെ 2 മലകൾക്കിടയിലാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 2000-ഓളം അടി മുകളിലാണ് വയനാട് ജില്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മൈസൂരിനും കോഴിക്കോടിനും ഇടയിലുള്ള ഒരു സുപ്രധാനമായ സ്ഥലം എന്നുള്ള നിലക്ക് വഴിനാട് എന്നാണ് ഇത് പണ്ടറിയപ്പെട്ടിരുന്നത്. ആ വഴിനാട് പിന്നീട് വയനാടായി മാറിയതാണെന്നാണ് ഒരു ചരിത്രം. പിന്നെ വയനാട്ടിൽ ഒരുപാട് വയലുകൾ ഉണ്ടായതുകൊണ്ട്, പാടം കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് പാടങ്ങളും വയലുകളും ഉണ്ടായതുകൊണ്ട് തന്നെ വയൽനാട് മാറിയിട്ട് വയനാടായതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് മുളകൾ ഉണ്ടായതുകൊണ്ട് മുളകൾക്ക് പണ്ട് പറഞ്ഞിരുന്ന പേര് വെയ് എന്നായിരുന്നു. ആ വെയ് എന്നുള്ളത് വെയ്നാട് മാറിയിട്ട് വയനാടായതാണെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ 3 ചരിത്രങ്ങളാണ് വയനാട് എന്നുള്ള പേരിന് പിന്നിലുള്ളത്. പിന്നെ വയനാടിൻ്റെ ഒരു സംസ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വയനാടുള്ള ജനങ്ങളധികവും കുടിയേറി വന്നവരാണ്. കൃഷിയുടെ സാധ്യതയൊക്കെ കണ്ടിട്ട് കുടിയേറി വന്ന മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ വയനാടിന് സ്വന്തമായിട്ടൊരു ലാംഗ്വേജ് ഇല്ല. ഒരു മിക്സഡ് ആയിട്ടുള്ള കൾച്ചറും ലാംഗ്വേജാണ് വയനാടിനുള്ളത്. വയനാട്ടിലെ ക്രിസ്ത്യൻസ് പറയുന്ന ലാംഗ്വേജ് ആവില്ല വയനാട്ടിലെ മുസ്ലിംസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മിക്സഡ് കൾച്ചറുള്ള സ്ഥലം കൂടിയാണ് വയനാട് എന്ന് പറയുന്ന ജില്ല. പിന്നെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജില്ല കൂടിയാണ് വയനാട്. ഒരുപാട് കാടുകളും മലകളും വ്യൂ പോയിന്റുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ഒരു ജില്ലയാണ് വയനാട് ജില്ല. അപ്പോൾ ഇതൊക്കെയാണ് വയനാടിനെ കുറിച്ചുള്ള ചെറിയ അവലോകനം. അപ്പോൾ ഒന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് പോലെന്നാ. അപ്പോൾ നേരെ നമ്മളിനി വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. എനിക്കൊരു ചെസ്റ്റ് പീസ് അല്ല അങ്ങനത്തെ ഒരു സ്വഭാവം ചോറ് കഴിഞ്ഞിട്ടില്ല, ഇതല്ലാതെ വെച്ചാണ് നല്ല ടേസ്റ്റാണ്. ഈ ആവിൽ നല്ല പൈസ പോകും. നല്ല ചൂടാക്കി ഇഷ്ടമല്ല ചൂട് തണുത്ത പലപ്പോഴും ബസ് ഡയറ്റിങ് അമ്മ കുറച്ചൊന്നും ഉള്ളൂ. ഡയറ്റിങ് അമ്മ കുറച്ചൊന്നും മതി പെപ്സി ഉണ്ടാവും. ശ്രദ്ധിക്കണം വേണ്ട, പള്ള കംപ്ലൈൻറ്റ് ചെയ്യണം. ഏകദേശം എപ്പോൾ തുടങ്ങി? നമ്മളെപ്പോൾ തുടങ്ങിയതാ? നമ്മളെപ്പോഴാണ് യാത്ര തുടങ്ങിയ കുട്ടിയെ? നമ്മളെ യാത്ര തുടങ്ങിയപ്പോഴാ? രാവിലെ ഉച്ചക്കേ 3 മണിയിട്ടുള്ളൂ അല്ലേ? 2 മണിയൊക്കെയാണ്. ആ എന്തായാലും ഇപ്പം സമയം 7. എത്ര സമയം?
10:10 കണ്ടിന്യൂസ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് മെല്ലെ ഇങ്ങനെ പോവാണ്. അപ്പോൾ വയനാട് എത്തി. വയനാട് ഈ സ്ഥലത്തിന് മാനന്തവാടി എത്തിട്ടോ. മാനന്തവാടി സെറ്റിലാണോ? അവിടെ എന്തോ ഒരു അടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കേസുകൾക്ക് നമ്മളില്ല. നമ്മൾ വയലൻസ് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊന്ന് ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ഭക്ഷണം കഴിച്ചാണ്ട് ഇങ്ങനെ ഇതായിരുന്നു. അപ്പോൾ ഒരു ബാത്റൂമിൽ പോയി സെറ്റ് ചെയ്താണ്ട് നിൽക്കുകയാണ്. നമ്മൾ വണ്ടി കൂട്ടുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ണൂർ ഒക്കെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കണ്ണൂരോ കൂർഗോ ബാംഗ്ലൂരോ എവിടെയൊക്കെ പ്ലാനില്ല. അങ്ങനെ പോവാണ്. അങ്ങനെ നമ്മൾ വയനാടിൻ്റെ ചുരത്ത് കൂടുതൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചായപ്പൊടി ഉണ്ട്, തട്ടുകട. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ചെറിയൊരു കോട ഉണ്ട് കേട്ടോ. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. അതുപോലെ എന്തൊക്കെയോ ഇപ്പം മന്തി അയച്ച് ഇറങ്ങിയാണ്. ഞങ്ങൾ തീറ്റപ്രിയരായതുകൊണ്ട് പുട്ടെന്തോ എന്താണ് നാരങ്ങ സോഡ ഉണ്ടോ? നാരങ്ങ സോഡ ഓക്കെ. എന്തോട് ആണേ? ആ ഓക്കെയാണ്. ഹാപ്പി. അപ്പൊ ഇനി നമ്മൾ നേരെ ഇങ്ങനെ പോവാണ്. ഓക്കെ. അപ്പൊ ഇനി നമ്മള് എവിടെയാണ് എത്തുക എന്തൊന്നും അറിയില്ല. അപ്പൊ നേരെ നമ്മള് ഇപ്പൊ വയനാടാണ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ കണ്ണൂർ സൈഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അടുത്തൊരു വീഡിയോയില് കണ്ണൂരിൽ നിന്ന് കാണാം. ഓക്കെ.